ഗുരു ഓം. നടരാജ ഗുരുവിൻ്റെ ആത്മകഥാകഥനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 11 വീർപ്പുമുട്ട്. ഭാഗം 3. ദ്വിമുഖ ഭക്തി അസാധ്യം എന്ന ഉപപാഠം തുടരുന്നു. റോബിൻസൺ ക്രൂസോ മുൻപ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോകത്തിലെങ്ങുമുള്ള സാഹിത്യത്തിലെ മുടിയരായ പുത്രന്മാരിലധികം പേരും ഇതുതന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു രാജാവ് തൻ്റെ കൊട്ടാരം വിട്ടോടിപ്പോയതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ബുദ്ധഭഗവാന്റെ മഹാനിഷ്ക്രമണം. ഇതിൽ ഏറ്റവും മഹാന്മാരോടാണോ ഹീനന്മാരോടാണോ എന്നെ ഉപമിക്കേണ്ടത് എന്ന പ്രശ്നം അപ്രസക്തമാണ്. ഞാൻ വീട് വിട്ടോടിപ്പോയത് കനകത്തെയോ കാമയെയോ ചൊല്ലിയുള്ള വാസനാജന്യമായ പ്രേരണ കൊണ്ടോ സ്വാർത്ഥോദ്ദേശ്യം കൊണ്ടോ ആയിരുന്നില്ലെന്നുള്ളത് എൻ്റെ ഭാഗത്ത് ന്യായമായി പറയാവുന്ന ഒരു വസ്തുതയാണ്. എനിക്ക് ഹീനമായ ഒരു ഉദ്ദേശ്യവും ഉണ്ടായിരുന്നില്ല. രാത്രി കഴിഞ്ഞ് പകൽ വരുന്നത് പോലെ സ്വാഭാവികമായാണ് അത് സംഭവിച്ചത്. അതിൽ ഞാൻ ബോധപൂർവം കർത്തൃത്വം വഹിച്ചെന്നും പറഞ്ഞുകൂടാ. ആശ്രമ ദിനചര്യയ്ക്കൊത്ത് ആലുവ അദ്വൈതാശ്രമത്തിൽ ജീവിക്കുമ്പോൾ ഹിൽ സൈഡ് ബംഗ്ലാവിൽ താമസിക്കുന്ന കുടുംബത്തിൽ പോകുമായിരുന്നെങ്കിലും ആശ്രമ അന്തേവാസികളുടെ ഇടയിലാണ് ഞാൻ കൂടുതൽ ഇടപഴകിയത്. വീട്ടിൽ ഇടയ്ക്കും മുറയ്ക്കും പോയി സഹോദരരോട് കുശലപ്രശ്നം നടത്താറുണ്ടായിരുന്നു. ആദ്യം ചിലപ്പോഴൊക്കെ അവിടെ നിന്ന് ആഹാരവും കഴിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതൊരു പതിവായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്യാസ ജീവിതത്തിൻ്റെ നിയമത്തെ കൽപ്പിച്ചു കൂട്ടിയല്ലാതെയുള്ള ലംഘിക്കലാണ്. പക്ഷേ തത്വത്തിൽ സാരമായൊരു ലംഘനം തന്നെയാണത്. നിരപേക്ഷ ജീവിത സരണിയിൽ സാമാന്യ തത്വത്തിനാണല്ലോ പ്രാധാന്യം, പ്രത്യേക സംഭവങ്ങൾക്കല്ല. നളൻ ഒരിക്കൽ കാൽ കഴുകിയപ്പോൾ ഉപ്പൂറ്റിയുടെ ഒരു ഭാഗം നനയാതെ ഇരുന്നത്രേ. ആ ഭാഗത്തു കൂടി കലി കയറി നളനെ ബാധിച്ചുവെന്നാണ് നളചരിതത്തിൽ പറയുന്നത്. ഒരു ചെറിയ കാര്യത്തിൽ ഉപേക്ഷ വിചാരിച്ചു എന്ന കുറ്റം കൊണ്ട് മാത്രം സന്യാസ ജീവിതം തകരാറിലാകും. അത് ജീവിതത്തെ അനാവശ്യവും ഒഴിവാക്കാമായിരുന്നതുമായ ആപത്തുകളും ശല്യങ്ങളും കൊണ്ട് നിറച്ച് മൊത്തത്തിലുള്ള ആനന്ദത്തെ ഭഞ്ചിച്ചു കളയും. സ്നായുശാസ്ത്രത്തിൽ, അതായത് ന്യൂറോളജിയിൽ പറയും, ഭാഗികമായ ഉദ്ദീപനം സമ്പൂർണമായ പ്രതികരണം ഉണ്ടാക്കും എന്ന്. ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസൻ്റെ മൂക്കിലൊരു തുരുമ്പിട്ടാൽ അവൻ്റെ പർവ്വതാകാരമായ ശരീരം മുഴുവൻ ഒരു തുമ്മൽ കൊണ്ട് പ്രകമ്പനം കൊള്ളും. മെയിൽ പോകാൻ നേരത്ത് ഒരു കത്തിൽ കുത്താൻ മൊട്ടുസൂചിയില്ലാതെ വന്നാൽ അമ്മ മരിച്ച വൃത്താന്തം കേട്ടാൽ ഉണ്ടാകുന്ന തരത്തിൽ അത് നിങ്ങളെ അലട്ടും. എന്നാൽ അമ്മയുടെ മരണം നിങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു സൂചി കുത്തിയ പീഡ പോലും അനുഭവപ്പെട്ടില്ലെന്ന് വരാം. സന്താപത്തിന് ചെറുതെന്നും വലുതെന്നുമുള്ള വ്യത്യാസമില്ല. സന്തോഷത്തിൻ്റെ കാര്യവും അതുതന്നെ. ഡെസ്ഡെമോണയെ കൊല്ലാൻ ഒഥല്ലോയ്ക്കുണ്ടായ വികാരാവേശം അവളുടെ നിഷ്കളങ്കതയും ഗുണങ്ങളും കാണാനാകാത്തവണ്ണം അയാളുടെ അന്തരാത്മാവിനെ അന്ധമാക്കിക്കളഞ്ഞു. പുളക വന്നു രോഗശയ്യയിൽ എന്ന ഉപാധ്യായം. പുറമേ പൂർണ്ണ ആരോഗ്യമാണ് എനിക്ക്. പോരെങ്കിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ഊർജിതവുമുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കക്ഷത്തൊരു പുളകയുണ്ടായത്. വിഷാണുബാധയുണ്ടായതായി സംശയിച്ചു. 1 മാസത്തോളം രോഗശയ്യയിൽ കിടക്കേണ്ടി വന്നു. പതിവിലും ഏറെ നാൾ ക്ഷൗരാദികളില്ലാതിരുന്നതുകൊണ്ട് കാഴ്ചയിൽ പഴയ കാലത്തെ ഏതോ ഗുഹാവാസിയെ പോലെയായി. അതോടൊപ്പം പിതൃപുത്ര ബന്ധത്തിലുണ്ടായിരുന്ന വൈകൃതം അകത്തിരുന്ന് തുടിക്കുകയും ചെയ്തു. വെറും കൽപ്പിതമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നതും അപ്രായോഗികവുമായ പല പദ്ധതികളും അച്ഛനുണ്ടായിരുന്നു. അവയെല്ലാം ഗുരുവിൻ്റെ പൂർണ്ണാനുമതിയോടെ വിജയകരമായി നടപ്പാക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അതിന്
അച്ഛൻ്റെ പ്രതിനിധിയായി ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോകണം. ഇതെങ്ങനെ സാധിക്കുമെന്നായിരുന്നു അന്നത്തെ കീറാമുട്ടി. അച്ഛൻ്റെ പക്ഷത്ത് നിൽക്കാൻ എനിക്ക് വൈമുഖ്യവും ഉദാസീനതയുമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഈ മനോഭാവം തന്നേക്കാൾ കൂടിയവനോ മകൻ എന്ന തോന്നൽ അച്ഛനിൽ ഉണ്ടായിരിക്കണം. ഗുരുവിന് ആത്മാർപ്പണം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടത് അച്ഛൻ തന്നെയാണ്. ആ ഗുരുവിനോടുള്ള എനിക്കുള്ള ഭക്തി ഒരു വശത്ത്, മറുവശത്ത് ഗുരുവിന് സ്വീകാര്യമല്ലെന്ന് എനിക്ക് ബോധ്യമുള്ള അച്ഛൻ്റെ സ്വന്തം പദ്ധതികൾ. അവ അച്ഛൻ്റെ അഭിപ്രായത്തിൽ പരോപകാരമാണ്. പക്ഷേ സ്വന്തവും ബന്ധവും വിടാത്ത സമീപന രീതിയാണ് അവയിലുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഞാൻ കുരുങ്ങിയത്. സന്ദർഭത്തിൻ്റെ ഈ സങ്കീർണതയോടൊപ്പം അച്ഛൻ്റെ പദ്ധതികളിൽ എനിക്കുള്ള താല്പര്യമില്ലായ്മ കൂടിയായപ്പോൾ പ്രകടമാകാതെ കിടക്കുകയായിരുന്ന ഞങ്ങളുടെ ബന്ധത്തെ വികൃതമാക്കിയിരുന്ന പിതൃപുത്ര മാത്സര്യം ഒരു ദിവസം പ്രകടമായ അഭിപ്രായ വ്യത്യാസമായി പുറത്തു ചാടുക തന്നെ ചെയ്തു. അച്ഛൻ്റെ കോപം എന്നെ അടിക്കുന്നതിൽ വരെ എത്തി. അദ്ദേഹത്തിൽ ആജീവനാന്തം കണ്ടിരുന്ന ശീലത്തിനെതിരായിരുന്നു അത്. ഈ ഒരൊറ്റ സന്ദർഭത്തിലൊഴികെ അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളത് അത്യന്തം കൃപയോടും ഔദാര്യത്തോടും കൂടിയാണ്. ചുറ്റുപാടുകളുടെ പ്രേരണകൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് എനിക്ക് അജ്ഞാതമാണ്. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും വന്നതായി ഞാനറിഞ്ഞ പശ്ചാത്താപ പ്രകടനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനും അജ്ഞാതമായിരുന്നു എന്നാണ്. അച്ഛനും മകനും അമ്മാവനും അനന്തിരവനും എന്നിങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളിൽ ചില കടപ്പാടുകളെ പറ്റിയുള്ള ബോധം അനുപേക്ഷണീയമായാണ് അനുസരണശീലവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരം അതിസൂക്ഷ്മമായ മാത്സര്യം ജ്ഞാനനിധിയായ ഗുരുവിനും വാത്സല്യനിധിയായ ശിഷ്യനും തമ്മിൽ പോലും സംഭവിച്ചേക്കാം. അമ്മമാരും പ്രായപൂർത്തിയെത്തിയ പെൺമക്കളും തമ്മിൽ അവസാനമില്ലാത്ത വാഗ്വാദം നടക്കാറുണ്ട്. അങ്ങനെയുള്ള അമ്മമാർ അവർ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന പെൺമക്കളെ കൊണ്ട് പൊറുതിമുട്ടാറുമുണ്ട്. ഇതെല്ലാം ജീവിതത്തിലെ ആന്തരികമായ വൈരുദ്ധ്യങ്ങളാണ്. ഇതിന് പരിഹാരമാർഗം വിട്ടുവീഴ്ചയില്ലാത്ത നിരപേക്ഷ സമീപനം മാത്രമാണ്. എന്നാൽ ബന്ധങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ദീർഘകാലം ജീവിച്ച ശേഷം ഇതിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നവും പ്രവിശാലവുമായ നിരപേക്ഷ ജീവിത സരണിക്കിണങ്ങുന്ന ചുറ്റുപാടിലേക്ക് ഒരു നിമിഷം കൊണ്ട് പൊടുന്നനവേ തിരിഞ്ഞു പോവുക ദുഷ്കരമാണ്. ബന്ധം വീർപ്പുമുട്ടിക്കുന്നു എന്ന ഉപാധ്യായം. സാമൂഹിക ബന്ധങ്ങൾ കാരണം ഒരുവന് മാനസികമായ ശ്വാസം മുട്ടലുണ്ടാകാം. നൈരാശ്യ നിബിഡമായൊരു ബോധം നിമിത്തം വൈകാരികമായ തകർച്ച സംഭവിക്കാം. അങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഞാനും നീങ്ങുകയായിരുന്നു. എൻ്റെ ചുറ്റിലും എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ വെച്ച് പുലർത്തി പോരുന്ന ആദർശങ്ങൾക്ക് ബഹിർഗമനമുണ്ടാകാൻ ഒരു മാർഗമുണ്ടായിരുന്നില്ല. എൻ്റെ ഊർജ്ജസ്വലത പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനുള്ള അവസരമുണ്ടായിരുന്നില്ല. വീര്യമെല്ലാം ഭൂഗർഭത്തിൽ ഉറഞ്ഞുകൂടി എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കത്തക്കവണ്ണം നിന്നു. എല്ലാ ബന്ധുക്കളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി. ദൈനംദിനമുള്ള പ്രവൃത്തികൾക്കിടയിൽ അവരുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നുള്ളപ്പോൾ വീട്ടിൽ നിന്ന് പതുങ്ങി വെളിയിൽ പൊയ്ക്കളയും. എനിക്ക് വന്ന പുളകയും അതിന് വേണ്ടി വന്ന കീറി മുറിക്കലുമെല്ലാം എൻ്റെ നൈരാശ്യത്തിനോടും മനക്കായ സംബന്ധമായി എൻ്റെ വ്യക്തിത്വത്തിൽ വന്നുകൂടിയ നിശ്ചേതനത്വത്തോടും ബന്ധപ്പെട്ടതായിരുന്നില്ലേ എന്നെനിക്ക് സംശയമില്ലാതില്ല. ആയുർവേദ സിദ്ധാന്തപ്രകാരം ഇത് ശരിയായിരിക്കാൻ ന്യായം കാണുന്നുണ്ട്. അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു, രോഗങ്ങൾക്ക് വൈകാരികമായ അടിസ്ഥാനമുണ്ടെന്ന്. രാഗാനുരോഗാൻ സതതാനുശക്താൻ. രോഗിയായി കിടക്കുമ്പോൾ ഗുരുവിൻ്റെ ഒരു കമ്പി സന്ദേശം കൊണ്ട് ഞാൻ അനുഗ്രഹീതനായി. കാരുണ്യപൂർവ്വം എൻ്റെ രോഗവിവരം അന്വേഷിച്ചു കൊണ്ടുള്ളതായിരുന്നു അത്. അച്ഛൻ്റെ പേരിലാണത് വന്നത്. ഞാൻ വീട് വിട്ടോടിപ്പോകേണ്ട നിമിഷം സമാഗതമാകുന്നു. ഇനിയും അത് നീട്ടിവെക്കാനാവില്ല.
എന്തെല്ലാം മുൻകരുതലുകളോടുകൂടിയാണ് വീട്ടിൽ നിന്നും ആരുമറിയാതെ എല്ലാ ഉറ്റവരെയും ഉടപ്പിറപ്പുകളെയും വിട്ട് ഞാൻ ഓടിപ്പോയതെന്നുള്ളത് വിശദമായി പറയേണ്ട ഒരു കഥയാണ്. ഇനി അക്കഥ പറയാം. വീർപ്പുമുട്ട് എന്ന അധ്യായം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.